ഐക്യരാഷ്ട്രസഭയിലെ കാശ്മീർ വിഷയം ചൂണ്ടിക്കാട്ടി എല്ലാ ഓപ്പറേഷൻ സിന്ദൂർ ജനസമ്പർക്ക പരിപാടികളും റദ്ദാക്കണമെന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന അവഗണിച്ച് മലേഷ്യ. മതം പറഞ്ഞതുകൊണ്ട് സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ 10 പരിപാടികളും റദ്ദാക്കാൻ പാകിസ്ഥാൻ എംബസി മലേഷ്യൻ സർക്കാർ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. നമ്മളൊരു ഇസ്ലാമിക രാജ്യമാണ്, നിങ്ങളൊരു ഇസ്ലാമിക രാജ്യമാണ്. ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രദ്ധിക്കരുത്. മലേഷ്യയിലെ അവരുടെ എല്ലാ പരിപാടികളും റദ്ദാക്കുക എന്ന് പറയുകയും ചെയ്തു. പാകിസ്ഥാന്റെ അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് മലേഷ്യൻ സർക്കാർ 9 അംഗ പ്രതിനിധി സംഘത്തിന് 10 നിർദ്ദിഷ്ട പരിപാടികളും സംഘടിപ്പിക്കാൻ അനുമതി നൽകി. ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകൾ ഉൾപ്പെടുന്ന ബഹുരാഷ്ട്ര പര്യടനത്തിന്റെ അവസാന സ്റ്റോപ്പ് മലേഷ്യയായിരുന്നു. ശനിയാഴ്ച പ്രതിനിധി സംഘം ക്വാലാലംപൂരിൽ വിമാനമിറങ്ങി. JDU MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിൽ മലേഷ്യയിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ BJP MPമാരായ അപരാജിത സാരംഗി, ബ്രിജ് ലാൽ, പ്രധാൻ ബറുവ, ഹേമാങ് ജോഷി, തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജി, CPMന്റെ ജോൺ ബ്രിട്ടാസ്, കോൺഗ്രസിന്റെ സൽമാൻ ഖുർഷിദ്, മുൻ ഇന്ത്യൻ അംബാസഡർ മോഹൻകുമാർ എന്നിവർ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദിന്റെ മന്ത്രിസഭയിലെ മുൻ മന്ത്രിയായിരുന്നു YB സിംസേസിൽ നയിക്കുന്ന മലേഷ്യയിലെ പീപ്പിൾസ് ജസ്റ്റിസ് പാർട്ടിയെ ഇന്ത്യൻ പ്രതിനിധി സംഘം കണ്ടുമുട്ടി. ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിലുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയ സമീപനം ഊന്നിപ്പറഞ്ഞതോടൊപ്പം തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ആവർത്തിച്ചു. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീകരാക്രമണ ഭീഷണികളോട് പ്രതികരിക്കുന്നതിൽ ഇന്ത്യയുടെ പുതിയ സാധാരണത്വം എടുത്തുകാണിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകര വിക്ഷേപണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ സുരക്ഷാ ആക്രമണങ്ങളെക്കുറിച്ച് ഇന്ത്യൻ പ്രതിനിധി സംഘം മലേഷ്യൻ നേതാക്കളോട് വിശദീകരിക്കുകയും ചെയ്തു. പാക് അധിനിവേശ കാശ്മീർ കൈമാറാൻ ഇന്ത്യ തയ്യാറാകുമ്പോൾ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയിൽ ഏർപ്പെടാവൂ എന്ന് ഞായറാഴ്ച ക്വാലാലംപൂരിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തൃണമൂൽ MP അഭിഷേക് ബാനർജി വ്യക്തമാക്കിയിരുന്നു. പഹൽഗാം സംഭവത്തിലെ ഇരകൾക്ക് എല്ലാ രാജ്യങ്ങളും അനുശോചനം രേഖപ്പെടുത്തിയെന്നും ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഇന്ത്യയുടെ കൃത്യമായ ആക്രമണത്തെ അഭിനന്ദിക്കുന്നുവെന്നും 5 രാഷ്ട്ര പര്യടനത്തിൽ നിന്ന് ഇന്ന് തിരിച്ചെത്തിയ ശേഷം സഞ്ജയ് ഝാ വാർത്താ ഏജൻസിയായ PTIയോട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം കഴിഞ്ഞ വർഷം പാകിസ്ഥാനുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം താൽപര്യം പ്രകടിപ്പിച്ചതായി സൈന്യം അറിയിച്ചിരുന്നു. സൈന്യത്തിന്റെ പ്രസ്താവന പ്രകാരം മലേഷ്യൻ നേതാവ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ അസിം മുനീറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഉഭയകക്ഷി തന്ത്രപരമായ താൽപര്യങ്ങൾ, പ്രാദേശിക സുരക്ഷ, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തത്. ഭീകരതയെ ചെറുക്കുന്നതിൽ പാകിസ്ഥാൻ സായുധ സേനയുടെ പ്രൊഫഷണലിസത്തെയും ത്യാഗങ്ങളെയും പ്രധാനമന്ത്രി ഇബ്രാഹിം അന്നും പ്രശംസിച്ചിരുന്നു. 2 സഹോദര രാജ്യങ്ങൾക്കിടയിലുള്ള ഉഭയകക്ഷി ബന്ധം, പ്രത്യേകിച്ച് സൈനിക ബന്ധം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതേ സാഹചര്യത്തിൽ മലേഷ്യ സന്ദർശിക്കാൻ മലേഷ്യൻ പ്രധാനമന്ത്രി COASനെ ക്ഷണിച്ചു. പ്രധാനമന്ത്രിയുടെ ക്ഷണത്തിന് മുനീർ നന്ദി പറയുകയും പാകിസ്ഥാൻ സന്ദർശനം വിജയകരമായതിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും സൈന്യങ്ങളും തമ്മിലുള്ള നിലനിൽക്കുന്നതും ചരിത്രപരവുമായ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും പറഞ്ഞിരുന്നു. ഉഭയകക്ഷി രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്ന് 3 ദിവസത്തെ പാകിസ്ഥാൻ സന്ദർശനം നടത്തിയത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. പ്രത്യേക നിക്ഷേപ ചടങ്ങിൽ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അദ്ദേഹത്തിന് നിഷാനി പാകിസ്ഥാൻ അവാർഡ് സമ്മാനിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കാർബ ന്യൂസ്.